അല്ലേ ഒന്ന് വേഗം ശരിയാക്കടാ. നീ കയറ്റി വിട്ടോടാ. എല്ലാം മര്യാദ. ആ ശരി. പടം കണ്ടേച്ച് വാടന്റെ അടുത്ത് വല്ലതും എന്ന് പറഞ്ഞ നിന്റെയൊക്കെ അവസാനം ഇല്ല ഇല്ല. തോന്നരുത് കേട്ടാ. അയ്യോ എടുക്കട 5 രൂപ. എന്റെ അളിയാ അത് അവന്മാരെ നമ്മളെ പറ്റിച്ചാണോ? ഇത്ര വൃത്തികെട്ട സിനിമയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തൊലി പൊള്ളിപ്പോയി. അച്ചോ ഈ ആണും പെണ്ണും കൂടെ ഒരുമാതിരി. അല്ലച്ചോ ഈ തിയേറ്ററിൽ പോയി കിടന്ന് തള്ളി സിനിമ കണ്ടല്ലോ എന്ന് കരുതിയാ ഞങ്ങള്. അത് മാത്രമല്ല അച്ചോ, തച്ചോളി അമ്പൂന്ന കാസറ്റിൽ എഴുതിയിരുന്നത്. വാൾപ്പേറ്റൊക്കെ കാണാലോ എന്ന് കരുതി കാസറ്റ് ഇട്ട് നോക്കിയപ്പോഴാ വേറെ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി മേലാലി ഇത്തരക്കാർക്കുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയോ? ഇല്ല. ആർക്കും അറിയില്ലേ? എന്നാ എനിക്കറിയാം. എന്തിനാടാ പേടിക്കുന്നത്? നമുക്ക് കുട്ടപ്പാച്ചാനെ പോയി കാണാം. അച്ചായം പണ്ട് കൂപ്പലേലത്തിന് പോയി പണിക്കര ആൾക്കാരുമായിട്ട് അടിയും തല്ലും ഉണ്ടാക്കി നിലം തൊടാകുന്നപ്പോ നമ്മൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിയാ. ഇന്ന് നമുക്കൊരാപത്ത് വന്നപ്പോ സഹായിക്കാനുള്ള ധാർമ്മിക ബാധ്യത അങ്ങേർക്കുണ്ടോ? വാ. ഇതാരാ ഇത്? മാത്തപ്പനോ? മലബാറിന്ന് എപ്പോഴാ വന്നേ? അപ്പച്ചായത് ഞാനാ, കുട്ടപ്പായി. കണക്കുകൊണ്ടതിനുണ്ട്. സന്ധ്യയായാ പിന്നെ ആളും തരവൊന്നും തിരിച്ചറിയാൻ മേല. ആകെ ഒരു മൂടലാ. അപ്പച്ചനെ ആ ഐ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കണം. ആ ഗ്ലാസിന്റെ പവർ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഇപ്പൊ ഈ കണക്ക് പുസ്തകം കൊടുക്കുമ്പോ കണ്ടോ, എല്ലാം കറക്റ്റ് ആയിട്ട് ഫോക്കസ് ആവും. അവനവന്റെ മുതല് അവനവൻ തന്നെ കട്ട് തിന്നുന്ന തരത്തിലുള്ള മക്കൾ ഉണ്ടായാല് എല്ലാം താനെ ഫോക്കസ് ആകുവടാ. ഈ അപ്പച്ചനെ കെവിയേക്കാൻ പാടെന്നൊക്കെ പറയുന്നത് വെറും പുളൂസാ. കണക്ക് പുസ്തകം എല്ലാം ഇങ്ങനെ കൊണ്ടുപോടാ. ഓ മോളെ, എന്തോ? കുട്ടപ്പായി എന്ത്? ഇവിടെ തന്നെയുണ്ട്. ഇന്ന് കണക്കുനോട്ടോ അമ്മച്ചി? എന്റെ മാതാവേ, എന്നൊരു പുകയിലായിരിക്കും. ഇതേതാടാ ഈ ഈട്ടിത്തടി? 4200 കണ്ടിയുള്ള ഈട്ടിത്തടി എവിടെടാ നമ്മുടെ മില്ലില്? അത് അപ്പച്ചാ മില്ലിന്റെ കിഴക്കേ മൂലയ്ക്ക് കിടപ്പുണ്ട്. മില്ലിന്റെ കിഴക്കേ മൂല കിടക്കുന്ന കുറെ കുശിത്ത തെങ്ങും തടിയല്ലേ? എനിക്കിതാ പിടിക്കാത്തത്. എന്റെ മുതൽ ഞാൻ തന്നെ കക്കു അപ്പച്ച. അത് തന്നെയാടാ കുരുത്തം കെട്ടവനെ ഞാനും ചോദിക്കുന്നത്. ഒന്നിയിൽ അങ്ങനെ തടി മില്ലിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നീ അത് വിഴുങ്ങി. അതിന്റെ കാശ് ഈ ബുക്കിലില്ല. അപ്പച്ചാ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഞാന് നിന്റെ പേര് കണക്കെഴുതാൻ പോവാ. കുട്ടപ്പായി പറ്റ് മോളിക്കുട്ടിയെ 25,100 അതാരാ വന്നിരിക്കുന്ന രൂപ. എന്താ? കുട്ടപ്പാച്ചാനുണ്ടോ? എന്തിനാ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ തടിയോ? ഈ തടി ആ തടിയും കൂടെ ചേർത്തുള്ള വിലയാ ഈ തടി എഴുതിയിരിക്കുന്നത്. പക്ഷെ ഈ തടി
ആ ഹോസ്റ്റലിലെ പിള്ളേരാ എന്തോ പ്രശ്നം ഉണ്ടാക്കിട്ടാ ഹോസ്റ്റലിൽ എന്നാ കുഴപ്പം? എന്നതാടാ ഹോസ്റ്റലില്? അയ്യോ ഒരു കുഴപ്പമില്ല. വാ. കൊച്ചു പിള്ളേരുമായിട്ടൊരു കമ്പനി നാണമില്ലല്ലോ. അച്ചായന്റെ ബലത്തിൽ അവന്മാര് കിടന്ന് കളിക്കുന്നത്. പള്ളിയിൽ ഓരോരുത്തർ പറയുന്നത് കേൾക്കണം. ഇവന്മാര് കാരണം പെമ്പിള്ളേർക്ക് കോളേജിൽ പോകാൻ വയ്യാതിരിക്കുക. നീ ഒന്ന് പൊടി കൊടുന്നു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി അച്ചായന്റെ ഇഷ്ടം. ഓ എന്തുവാടാ പതിരാക്കി വെട്ടിങ്ങടൊക്കെ കേട്ടു? എന്തുവാടാ ഹോസ്റ്റലിൽ പ്രശ്നം? കുട്ടപ്പായി ഇതിൽ ഇടപെടരുത്. ഞാനിത് കോളേജ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ പറയരുത് അച്ചോ. ഓ, നമ്മളൊക്കെ മുടിവെട്ടുന്നത് എവിടെയാ? ബാർബർ ഷാപ്പില്. ഇവന്റെ ഒക്കെ മുടിവെട്ടുന്നത് എവിടെയാണെന്ന് അറിയോ? പോലീസ് സ്റ്റേഷനില്. എന്റെ മാത്രമല്ല അച്ചോ, എന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണിന്റെയും വെട്ടി. കേട്ടല്ലോ. ഓടോ. ഈ പ്രാവശ്യത്തെ കൂടെ അച്ഛനൊന്ന് ക്ഷമിക്കണം, എനിക്ക് വേണ്ടി. ആഭാസ ചിത്ര പ്രദർശനം, വേശ്യാ സംസർഗം, മുച്ചിട്ടുകളി, പന്നിമലത്ത് ഇതൊന്നും ഇവിടെ പറ്റില്ല. ഒരു അൽമായനായ വാർഡനായിരുന്നുവെങ്കിൽ കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെയായിരുന്നു. ഞാനൊരു പുരോഹിതനാണ്, എനിക്ക് ചില കടമകളും ചില വീക്ക്നെസ്സുകളും ഉണ്ട്. ഇല്ല. ഉണ്ട്. ഉണ്ടേ, ഇങ്ങനത്തെ ഒക്കെ ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട്. എന്തിനാ ഞാനാണോ പറയണേ? ഒറിജിനല. ചില കുപ്പിയിൽ അവന്മാര് സിറിഞ്ച് വെച്ച് ചില പണികൾ ഒപ്പിക്കും. ഇത് സംഗതി ഒറിജിനല. അച്ചടക്കം അതായിരിക്കണം ഈ ഹോസ്റ്റലിന്റെ മുഖമുദ്ര. We have very decently and properly in and outside the hostel. Okay? Okay, father. Okay? Okay, father. Okay. Okay, okay, okay. പക്ഷെ സാധനം ഒറിജിനല്ല, കുത്തില്ല. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ചായു. നിന്നെ കൊണ്ടൊക്കെ തോറ്റല്ലോടെ. എത്ര പ്രാവശ്യമായിട്ട് ഞാൻ ഇവിടെ കയറി ഇറങ്ങുന്നു. ഇതിനൊക്കെ ഒരു ഒളിയും മറവൊക്കെ വേണ്ടേ? പിന്നെ നാളെ ഒരു ചെറിയ പരിപാടി ഉണ്ട്. നിന്നെയൊക്കെ ഞാൻ പ്രയോജനപ്പെടുത്താൻ പോവാ. എന്താ സംഭവം? അതൊക്കെ നാളെ പറയാം. വെറുതെ സസ്പെൻസ് ഉണ്ടാക്കാതെ പറ അച്ചായ. ഒന്നുമില്ലടാ, നിങ്ങളുടെ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ വക ഒരു ശ്രമദാനം വേണം. അതിന് ഞങ്ങളൊന്നും അതിന് മെമ്പർ അല്ലല്ലോ അച്ഛാ. അവിടെ ഒന്നില്ല. ഇനി വാ വാ. അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. നമ്മൾ പലപ്പോഴും പുച്ഛിച്ചു തള്ളുന്ന ഈ യുവതലമുറ ഇന്നിവിടെ നാട്ടുകാർക്ക് മുഴുവൻ മാതൃകയായി തീർന്നിരിക്കുകയാണ്. ആത്മാർത്ഥ സേവനത്തിന്റെയും കർമ്മോത്സുകതയുടെയും പര്യായമായ ഈ വിദ്യാർത്ഥികൾ ഇന്നിവിടെ വെട്ടാൻ പോകുന്ന ഈ വഴിയുടെ പ്രത്യേകത ഒരുപക്ഷെ ഇന്ന് നമുക്ക് ആർക്കും മനസ്സിലായെന്ന് വരില്ല. ഒരുപക്ഷെ ഇന്ന് കുറച്ച് മരങ്ങൾ ചിലക്ക് നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നാളെ ഈ വഴി കൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രയോജനം കാലത്തിന് മാത്രമേ നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുകയുള്ളൂ. ഈ ശ്രമദാനത്തിന്റെ പ്രത്യേകത അംഗങ്ങളല്ലാത്തവർ പോലും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ദേവമാതാ കോളേജിലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ രാജു, അലക്സ്, പാലുണ്ണി, അനിൽ എന്നിവരെ അനുമോദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ ശ്രമദാന മഹോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. എവിടെ? എല്ലാവരും ആഞ്ഞ് പണിതുകൊണ്ടിരിക്കുക. ഇപ്പൊ മരം വെട്ടിയാൽ ആരും അറിയത്തില്ല.
മുതലാളി, കോളേജ് പിള്ളേര് വഴിവെട്ടിന് ഇറങ്ങിയിരിക്കുക. നമ്മുടെ എസ്റ്റേറ്റിന്റെ സൈഡിൽ കൂടി ആ കുട്ടപ്പായിയാ ഉദ്ഘാടനം ചെയ്തേ. ഇവനെന്താ വട്ടാണോ? മറ്റു വേറെ ഒരു പണിയില്ലാത്തതുപോലെ വഴിവെട്ട്. എന്നാലേ തന്റെ റബ്ബർ മരം ഞാൻ വെട്ടും. ഔണി, നമ്മുടെ ആൾക്കാരെല്ലാം വിളിച്ചോ. ശരി മുതലാളി. നീ ചെയ്തത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ കുറച്ചുകൂടെ നോക്കിയും കണ്ടോ ഒക്കെ വേണ്ടിയിരുന്നു. കണ്ടോ കണ്ടോ, അപ്പം മോന് കൊണവുദ്യാരം പറഞ്ഞു കൊടുക്കണുണ്ടോ പോക്കിരിത്തരം കാണിച്ചു വന്നിട്ട്. അച്ചാമ്മ, നീ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. വാരവാ വിറ്റാണെന്ന് ഞാൻ നോക്കത്തില്ല. മേടിക്കാനേ കൊറേ ദണ്ണുണ്ട്. അമ്മച്ചിക്കൊന്നും ഉണ്ടായിരുന്നൂടെ? ഈ പോടത്താൻ തോന്നിച്ചക്ക. അത് പിന്നെ വിവരക്കേട് കാണിക്കുന്നതിന് അതിലൊക്കെ ഇല്ലേ? ഇനിയിപ്പോ എന്താ ഉണ്ടാവാന്ന് ആർക്കറിയാം? കുട്ടപ്പായിച്ചാൻ ശ്രമദാനം നടത്തണമെന്ന് പറഞ്ഞപ്പോ അന്യരുടെ പുരയിടത്തിൽ അതിക്രമിച്ച് കയറി മരം മുറിക്കുക, എന്നിട്ട് അതിനെ ശ്രമദാനം എന്ന് പറയുക, അതും ഒരു നാട്ടുപ്രമാണയുടെ എസ്റ്റേറ്റിൽ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞാ മതി. എന്ത് ചെയ്യാൻ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരിപ്പോ കൊടയും കുരിശുമായിട്ട് ഇവിടെ എത്തും. അടിവല്ലം കിട്ടൂ. വേണ്ട, രണ്ടാം ലോകമായത് കാലത്ത് പോലും ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഒറിജിനല്ല കുത്തിനുണ്ട് കർത്താവേ. ഇത് വലിയ പ്രശ്നമാവോളിയാ. അടിയെങ്കി അടി, കുത്തെങ്കി കുത്ത്. സമാധാനമായിട്ട് പോകുന്നതാ നല്ലത്. ഏയ്, പണിക്കരല്ലേടാ തന്ത വന്നാലും നമ്മൾ ഫേസ് ചെയ്യും. പണിക്കരുടെ വണ്ടിയല്ലേ, ഓടിക്കോ, ഓടിക്കോ. അയ്യോ, വിഷയം. നാലെണ്ണത്തിനും പിടിച്ചിറക്കാൻ, എല്ലാത്തിനും മുട്ട് തന്നെ ഓടിക്കാൻ. എന്തായത്? കർത്താവേ, ഞാൻ അരമനയിൽ വിളിച്ചു ഞാൻ പോലീസിന് കേസ് കൊടുക്കും. എന്താ അതിക്രമമാണ് നിങ്ങൾ ഈ കാണിക്കണേ? ഏതാടാ രാജുവിന്റെ കൂട്ടരുടെ മുറി? അയ്യോ, നിങ്ങൾ എന്താ ഈ ചെയ്യണേ? മാറോ, എന്നെ തള്ളല്ലേ. ഞാനൊരു വൈദികനല്ലേ ചേട്ടാ. അയ്യോ എന്റെ പൂജ, അയ്യോ എന്റെ അമ്മച്ചി കൊടുത്ത ചച്ചാറുപ്പിയാണ്. എന്റെ പെട്ടി പോയ പോക്ക് കണ്ടു. എനിക്ക് അവളുമാരെഴുതിയ എഴുത്തെല്ലാം അമ്മാരെടുത്ത് വലിച്ചീറി കളഞ്ഞളിയാ. അയ്യോ എന്റെ ബുക്കെല്ലാം വലിച്ചു. എന്നിട്ട് ഞങ്ങളുടെ റൂമുകളെല്ലാം തല്ലി പൊളിച്ചു. അവന്മാർ അത്രയ്ക്കായോ? ഞാനിപ്പോ വരാം. ഇതിന്റെ ഒരു കുറവും കൂടി ഈ വീട്ടിലുണ്ടായിരുന്നല്ലോ. വെട്ടും കുത്തും. ഉപദേശമൊന്നും ചോദിച്ചില്ലല്ലോ. വാടാ. ഇനി മുന്നും പിന്നൊന്നും നോക്കാനില്ല. ഇല്ലിക്ക തറവാട്ടോരോട് കളിക്കാൻ പണിക്കര് വളർന്നിട്ടില്ല. ആണുങ്ങളാരും ഇല്ലടാകത്ത്. നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ വിളിക്കാതെ ആരും പുറത്തേക്ക് വരണ്ട. എന്താടോ പണിക്കരെ രാത്രി ആളും വടിയും വാളും ഒക്കെ ആയിട്ട്? എവിടെ യവന്മാര്? യവന്മാര്
എന്റെ റബ്ബർ വെട്ടിയവന്മാർ ഈ വീടിന്റെ തട്ടും പുറത്തോ പത്തായപ്പുറയിലോ കാണും. എനിക്കറിയാം. എല്ലാവരും ചെവിയിൽ നുള്ളിക്കോ. ഈ പണിക്കൊരു ഒരൊറ്റ എണ്ണത്തിന് വെറുതെ വിടില്ല. ആ കുട്ടപ്പായി, ഈ തറവാടിന്റെ കുളവിന്ന് ഞാൻ തോണ്ടും. ആഹാ, അപ്പൊ അത് കാണണമല്ലോ. ഇടാ അനിലേ, രാജു, അലക്സേ, പാലുണ്ണി, ഇനി വാ. താണ്ടെ കുളകൊണ്ടാൻ വന്ന് നിൽക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കടാ. താണ്ട നിൽക്കുന്നത് എന്റെ റബ്ബർ വെട്ടിയവന്മാര്. വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്. എടോ പണിക്കരേ, താൻ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇവന്മാരൊന്ന് തൊട്ടു നോക്ക്. അപ്പ അറിയാ ഇല്ലിക്കൽ കുട്ടപ്പായി ആരാണെന്ന്. അടിച്ച് നിർത്തടാ ഇവന്മാരെ. ഒട്ടുപോയ ചുട്ടുകളെയും പാട്ടി കഴിവുള്ള അവന്മാരെ. കുട്ടപ്പായി, അല്ല, കുളം തോണ്ടാൻ തൂമ്പായും കൂന്താലിയും ഒന്നും കൊണ്ടുവന്നിട്ടില്ലയോ? ഇല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും കൂടെ ഇറങ്ങി അങ്ങോട്ട് തോണ്ട്. താൻ തോണ്ടിയാ വെള്ളം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. തന്റെ അപ്പൂപ്പൻ കുളം തോണ്ടി കേശുപണിക്കരുടെ കുളം തനിക്ക് ലേശമെങ്കിലും കിട്ടാതിരിക്കല്ലോ. അങ്ങോട്ട് തോണ്ട്. എന്നാടാ പണിക്കര ചമ്മുണ്ണേ? കൂലിത്തല്ലുകാരെ കയറ്റി വിടറാ. നീ പുറകിൽ നിന്നാ മതി. അപ്പനപ്പന്മാർ തുടങ്ങി അതാണല്ലോ ശീലം. എടോ പണിക്കരെ, തന്റെ ആ ചുണ്ടൻ വെള്ളം കിടപ്പുണ്ടല്ലോ, അതിൽ ഈ കൂലിത്തല്ലുകാരെ വിളിച്ചോണ്ട് പോയി ചൂണ്ടയ്ക്ക് പോ. അതാ തനിക്ക് പറ്റിയ പണി. ചൂണ്ടയ്ക്ക് നീ പോയാ മതി. തലമുറ തലമുറയായിട്ട് മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും മുളയും മാച്ചാടാ കളിയാവുകാരുടെ ചുണ്ടൻ വെള്ളം. ഡേറപ്പായി, ചുണ്ടൻ വെള്ളമൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ആഹാ, എന്നാ ഇത്തവണ ഞങ്ങൾ ഇറക്കൂടോ ചുണ്ടൻ വെള്ളം? ഇറക്കും ഇറക്കും. പള്ളിക്കാരുടെ ചെലവിലെങ്കിലും ഇല്ലിക്കക്കാര് വള്ളം ഇറക്കുന്നൊന്ന് കണ്ടാ മതിയായിരുന്നു. എന്താടാ കൊള്ളിച്ചൊരു വർത്താനം? എടാ, പള്ളിയും കോളേജും ആശുപത്രിയും ഉണ്ടാക്കാനാ ഞാൻ. ഒരു ചുണ്ടൻവെള്ളം ഉണ്ടാക്കാൻ എനിക്ക് ഒരുത്തന്റെ ഓജര ആവശ്യമില്ല. ഇല്ലിക്കാർ വിചാരിച്ച പുല്ലടാ ചുണ്ടൻവെള്ളം. വേണ്ടി വന്നാ കിഴക്കൻ മലയെന്ന് ഈട്ടിത്തടി വെട്ടിച്ചുകൊണ്ട് വന്ന് നല്ല പുത്തൻ ചുണ്ടൻവെള്ളം ഉണ്ടാക്കൂടോ? ഉണ്ടാക്കും. തന്റെ ജാതിയിൽ നിന്ന് തുഴക്കാരെ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് തുഴക്കാരെ കൊണ്ടുവന്നു. ഇനി അതും നടന്നില്ലെങ്കിൽ എഞ്ചിൻ വെച്ച് വെള്ളം ഓടിക്കൂടോ? നല്ല പുത്തൻ യമഹ എഞ്ചിൻ. ഈട്ടിത്തടിയിൽ വെള്ളം ഉണ്ടായിക്കോട്ടെ, വാ കാണാം. ആ കാണാടോ. എടാ പിള്ളേരെ, ഇന്നിന് നിങ്ങൾ ഹോസ്റ്റലിലൊന്നും പോകണ്ട, ഇവിടെ കിടന്നു. ആ പോയിക്കോണോ, വേഗം. എടാ കുട്ടപ്പായി, നിന്റെ ബാറ്റിൽ നിന്ന് ഞാൻ 10,000 രൂപ ഇടും. അതെന്നാത്തിനാ അപ്പച്ച? എടാ കുരുത്തക്കെട്ടവനെ, ഈ തോക്ക് വാങ്ങിക്കാൻ എവിടെ നടാ എന്റെ പൈസ? അയ്യോ അപ്പച്ച, ഇത് കളിത്തോക്കല്ലേ? എന്റോടാ? ടോയ് പിസ്റ്റൾ. ആഹാ, വായി കിടക്കണ നാക്കു കുരുത്തുള്ളതാണെങ്കിൽ എന്തിനാ അപ്പച്ച ഒറിജിനൽ തോക്ക്? ഈ ഡ്യൂപ്ലിക്കേറ്റ് പോരെ? അവന്മാര് പോയത് കണ്ടോ? പോടാ